ഇന്ന് ആയുർവേദത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വ്യാജ ചികിത്സ തന്നെയാണ്. പലപ്പോഴും ജനങ്ങൾക്ക് തന്നെ ആയുർവേദത്തിൽ വിശ്വാസമില്ലാത്ത രീതിയിൽ ഇത്തരം അനിയന്ത്രിതമായ മരുന്നുപയോഗം, തെറ്റായ രീതിയിലുള്ള മരുന്നുപയോഗം ഒക്കെ കൊണ്ട് ഈ വ്യാജ ചികിത്സയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട്. 1970 പാർലമെൻറ്റ് ഒരു കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇനി മുതൽ പാരമ്പര്യ രീതിയിലുള്ള ഒരു ചികിത്സാരീതിയും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ സ്ട്രിഞ്ചൻ്റായി, വളരെ കഠിനമായ പരീക്ഷകൾ ഒക്കെ ഇങ്ങനെ ഏർപ്പെടുത്തുമ്പോൾ ഈ അക്കാദമിയിൽ നിന്നുള്ളവരൊക്കെ ഒന്നും വേണ്ട, ഒരു ദിവസം 10ാം ക്ലാസ്സും ഗുസ്തിയും കഴിഞ്ഞ ഒരു സുപ്രഭാതത്തിൽ ചികിത്സകരായി വരുന്നത് എത്ര സങ്കടകരമായ കാര്യമാണ്, നാണക്കേടാണിത് നമ്മുടെ നാടിന്. നമസ്കാരം. ജനങ്ങളുടെ ആയുസ്സിന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള വ്യാജ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ബഡ്ജറ്റ് നിർദ്ദേശമാണ് ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നത്. കേരളത്തിലെ 18 ആയുർവേദ മെഡിക്കൽ കോളേജുകളും ആയുർവേദ സംഘടനകളുമെല്ലാം തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആയുർവേദ മേഖലയിൽ ഈ വ്യാജന്മാർ ഇപ്പോൾ പെറ്റുപെരുകുന്ന ഒരു കാലമാണ്. ഈ ആയുർവേദ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഈ മേഖലയിൽ എന്തൊക്കെ പ്രതിസന്ധികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്? ആക്ച്വലി ഇന്ന് ആയുർവേദത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വ്യാജ ചികിത്സ തന്നെയാണ്. ഈ വ്യാജ ചികിത്സ കൊണ്ട് തന്നെ സാധാരണ ആൾക്കാരുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന രീതിയിലാണുള്ളത്. പലപ്പോഴും ഇവരുടെ അനിയന്ത്രിതമായ, കൃത്യമായി എന്താണ് നമ്മുടെ മനുഷ്യ ശരീരം എന്നാണോ, അതിനെക്കുറിച്ച് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളോ ഒന്നും അറിയാതെ തോന്നിയ പോലെ മരുന്നുകൾ എഴുതുന്നത് കൊണ്ട് തന്നെ അതിനെ കൊണ്ടുള്ള അപകടങ്ങൾ ഒരുപാടാണ്. അശാസ്ത്രീയമായ ധാരണകൾ കൊണ്ട് ഇവർ ഇന്ന് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 മാസം മുമ്പാണ് മലപ്പുറത്ത് ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ടത്. അത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ മാറുന്നത് ഇത്തരം അശാസ്ത്രീയ ചികിത്സാ രീതികൾ കൊണ്ട് തന്നെയാണ്. ആയുർവേദത്തിൽ തന്നെ പലപ്പോഴും ഇതിൻ്റെ ഒരു ദ്രോഹം ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും ജനങ്ങൾക്ക് തന്നെ ആയുർവേദത്തിൽ വിശ്വാസമില്ലാത്ത രീതിയിൽ ഇത്തരം അനിയന്ത്രിതമായ മരുന്നുപയോഗം, തെറ്റായ രീതിയിലുള്ള മരുന്നുപയോഗം ഒക്കെ കൊണ്ട് ഈ വ്യാജ ചികിത്സയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇവർക്ക് മരുന്നിനെക്കുറിച്ച് അറിയുന്നില്ല. ഇവർക്ക് പലപ്പോഴും ഇവർ പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ്. പക്ഷേ യഥാർത്ഥ പാരമ്പര്യക്കാരൊക്കെ നേരത്തെ തന്നെ അക്കാദമിയുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. 1954 തന്നെ ഇതിനുള്ള നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1970 പാർലമെൻറ്റ് ഒരു കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇനി മുതൽ പാരമ്പര്യ രീതിയിലുള്ള ഒരു ചികിത്സാരീതിയും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതി തന്നെ 2018 ഒരു വിധിയിലൂടെ ഇത് വളരെ കൃത്യമായി പറയുന്നു, അംഗീകൃത ചികിത്സയില്ലാത്തവർ ചികിത്സിക്കാൻ പാടില്ല, അവർ സാധാരണക്കാരൻ്റെ ജീവനാണ് നഷ്ടപ്പെടുത്തുന്നത്, അതുകൊണ്ട് ഇവർക്കെതിരെ കൃത്യമായി നടപടിയെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സുപ്രീം കോടതി വിധി നിലനിൽക്കെ 2023 കേരള സ്റ്റേറ്റ് മെഡിക്കൽ പ്രാക്ടീഷേഴ്സ് ആക്ട് വന്ന നിലയിൽക്കെ, NCSM ആക്ട് നിലനിൽക്കെ ഇവിടെ വ്യാജന്മാർ വരുന്നു എന്നുള്ളത് തന്നെ വലിയ സങ്കടകരമായ ഒരു കാര്യമാണ്. എങ്ങനെയാണ് അത് ബാധിക്കുന്നത്? നമ്മളെ ബാധിക്കുന്നതിനപ്പുറം ഇത് പൊതുജനങ്ങളെയാണ് ബാധിക്കുന്നത്. നമ്മളെ ബാധിക്കുക എന്ന് പറയുന്നത് അക്കാദമിയിലുള്ള വിദ്യാർത്ഥികൾക്ക് തുല്യമായി ഈ വ്യാജന്മാർ മാറുന്നു എന്ന് പറയുന്നാൽ 5 വർഷം കഠിന പ്രവർത്തനത്തിലൂടെയാണ്, കഠിനമായി പഠിക്കുകയാണ്, അതിനുശേഷം എക്സിറ്റ് എക്സാം അടക്കം നടത്തിക്കൊണ്ടാണ് ഇവർ മുന്നോട്ട് വരുന്നത്. എന്തിനാണ് ഇത്തരം എക്സാമുകൾ, അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരം രജിസ്ട്രേഷൻ കൊണ്ടുവരുന്നത് ഗവൺമെൻറ്? ഏറ്റവും നന്നായി പൊതുജനാരോഗ്യ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ടവർ വരിക എന്നുള്ളത്. അതായത് 5.5 വർഷം പഠിക്കുന്നു, കേരളത്തിലെ യൂണിവേഴ്സിറ്റി എക്സാം എഴുതി പാസ്സാകുന്നു, അതിനുശേഷവും ഒരു എക്സിറ്റ് എക്സാം. എന്തിനാണ്? ഏറ്റവും അരിച്ചെടുക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടവർ മാത്രം, മനുഷ്യ ശരീരത്തിനെയാണ്, സാധാരണക്കാരൻ്റെ ജീവനെയാണ് ഇത് കൃത്യമായി കൈകാര്യം ചെയ്യണം. അതിനാണ് എക്സിറ്റ് എക്സാം പോലും കൊണ്ടുവരുന്നത്. അപ്പോൾ വളരെ സ്ട്രിഞ്ചൻ്റായി, വളരെ കഠിനമായ പരീക്ഷകൾ ഒക്കെ ഇങ്ങനെ ഏർപ്പെടുത്തുമ്പോൾ ഈ അക്കാദമിയിൽ നിന്നുള്ളവരൊക്കെ ഒന്നും വേണ്ട, ഒരു ദിവസം 10ാം ക്ലാസ്സും ഗുസ്തിയും കഴിഞ്ഞ ഒരു സുപ്രഭാതത്തിൽ ചികിത്സകരായി വരുന്നത് എത്ര സങ്കടകരമായ കാര്യമാണ്, നാണക്കേടാണിത് നമ്മുടെ നാടിന്. ഈ ഒരു വിഷയത്തോട് നമ്മുടെ സർക്കാർ ഈ ബഡ്ജറ്റിൽ സ്വീകരിച്ച നിലപാടിനെ എങ്ങനെ നോക്കിക്കാണും? ഈ ബഡ്ജറ്റിനകത്ത് വന്ന നിലപാട് എന്ന് പറയുന്നത്, ഇത്രയും കാലം ഇവർ പാരമ്പര്യ ചികിത്സ എന്ന് പറഞ്ഞിട്ട് 2008 2011 ഒക്കെ കൊണ്ടുവന്നു. പക്ഷേ കോടതി വിധികളിൽ വളരെ കൃത്യമായി അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് നാട്ടുചികിത്സ എന്ന പേരിൽ മറ്റൊരു മേഖലയിൽ കൂടി ഇവരെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. നാട്ടുചികിത്സ എന്ന് പറയുന്നതും ആയുർവേദവും ഒന്നാണെന്ന് 2022 തന്നെ കേരളത്തിലെ ആയുഷ് വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട്. അത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു കമ്മീഷണറേറ്റ് രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ ഉള്ള ഒരു ശ്രമം നടത്തുന്നത്.
സർക്കാർ തലത്തിൽ ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ചർച്ചയോ അങ്ങനെ എന്തെങ്കിലും നടന്നിരുന്നു? സർക്കാർ തലത്തിൽ നമ്മുടെ നിവേദനങ്ങൾ കൃത്യമായി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, ആരോഗ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, ആയുഷ് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്, ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ കേരളത്തിലെ 140 MLA-മാരും നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. നിയമസഭയിൽ ഇങ്ങനെ ഒരു ചർച്ച നടത്തുകയാണെങ്കിൽ അവിടെ ഇത് ഉന്നയിക്കാൻ വേണ്ടിയിട്ട് 140 MLA-മാരെ കണ്ടിട്ടും നമ്മൾ ഈ വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ ഒരു നിലപാട് എന്താ ഇതിൽ? സർക്കാർ ഇതിനകത്ത് കൃത്യമായ ഒരു നിലപാടില്ല ഇതുവരെ. സർക്കാർ ഇതിൻ്റെമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴും ഇത് നിർത്താനുള്ള ഒരു ശ്രമവും വന്നിട്ടില്ല, അതിന് പകരം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ കേരളത്തിലെ മുഴുവൻ ആയുർവേദ പ്രസ്ഥാനത്തിനെയും ഒന്നു ചേർത്തുകൊണ്ട് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക്, സെക്രട്ടേറിയറ്റ് മാർച്ചിലേക്ക് വന്നത്. എന്തായാലും വ്യാജ ചികിത്സ നടത്തുന്നവരെ നമ്മുടെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ബഡ്ജറ്റ് നിർദ്ദേശമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളോടിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ആയുർവേദ ഡോക്ടറായ ശ്രീ അജിത്താണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.